അങ്ങനെ തന്നെ ചെയ്യുന്ന ദൈവം, അങ്ങനെ തന്നെ ചെയ്യുന്ന ദൈവം, അങ്ങനെ തന്നെ. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞാട്ടെ, നമ്മുടെ ദൈവം അങ്ങനെ തന്നെ ചെയ്യുന്ന ദൈവമാണെന്ന് പറഞ്ഞാട്ടെ. സ്തോത്രം, ഹല്ലേലൂയ. വളരെ വിശ്വാസത്തോടെ പറയാം, നമ്മുടെ ദൈവം അങ്ങനെ തന്നെ ചെയ്യുന്ന ദൈവമാണ്. വായിക്കാം ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 40-ാമത്തെ വാക്യം. മതി. അന്ന് രാത്രി ദൈവം അങ്ങനെ തന്നെ ചെയ്തു. കണ്ണുകളടയ്ക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങനെ തന്നെ ഇന്നലെയും ഇന്നും മാറാത്ത, യെസ്റ്റർഡേ ടുഡേ ഫോർ എവർ യു ആർ എ അൺചേഞ്ചിങ് ഗാഡ്. അന്ന് രാത്രി ചെയ്ത, ഗിദെയോന് വേണ്ടി ചെയ്ത, ഇസ്രായേൽ ജനത്തിന് വേണ്ടി ചെയ്ത സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽക്കാലവും അങ്ങനെ തന്നെ നീ ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുന്ന ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം ഈ പകൽക്കാലം ഇവിടെ ഇറങ്ങട്ടെ. വചനത്തിൻ്റെ വാതിലുകളെ സ്വർഗം തുറക്കണമേ. വചനമയച്ച് ഞങ്ങളെ വിടുവിക്കണമേ. വചനമയച്ച് ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. വചനമയച്ച് ഞങ്ങളെ സൗഖ്യമാക്കണമേ കർത്താവേ. വചനത്തിന്റെ ശക്തി വെളിപ്പെടുവാൻ തടസ്സമായി വ്യാപരിക്കുന്ന എല്ലാ പോരുകളെയും എല്ലാ തടസ്സങ്ങളെയും സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി ഞാൻ സേവിക്കുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഇന്ന് പകൽക്കാലം അതിനെ ഞങ്ങൾ ശാസിക്കുകയാണ്. ആത്മാവിൽ ഞങ്ങൾ ഒരുമിച്ച് കരങ്ങൾ അടിച്ച് അല്പസമയം അല്ലെങ്കിൽ അധരം തുറന്ന് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. അല്പസമയം അന്യഭാഷയുള്ളവർ, ദൈവകൃപ പ്രാപിച്ച ദൈവമക്കൾ, അല്ലെങ്കിൽ അഭിഷേകം പ്രാപിച്ച ദൈവമക്കളൊക്കെ അല്പസമയം അധരം ചലിപ്പിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ആ ദൈവത്തിന്റെ സാന്നിധ്യം കർത്താവേ, മഞ്ഞ് പോലെ പെയ്തിറങ്ങുന്ന, അരിപ്പുല്ലിന്റെ മേൽ മഞ്ഞ് പോലെ പെയ്തിറങ്ങുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം ഇവിടെ വ്യാപരിക്കേണ്ടതിന് ഞങ്ങളിങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ശാരീരികമായ ക്ഷീണങ്ങൾ മാറട്ടെ ഇന്ന് പകൽക്കാലം കർത്താവേ. സന്നിധി ബോധത്തോടെ കർത്താവേ ആത്മാവിനെ തിരിച്ചറിയുവാൻ, ആത്മസാന്നിധ്യത്തെ തിരിച്ചറിയുവാൻ കർത്താവേ ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ ശരീരം, ദേഹം, ദേഹി, ആത്മാവ് ഇന്ന് പകൽക്കാലം സമ്പൂർണ്ണമായി ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവേ. അന്യായ ചിന്തകളെ ശാസിക്കുന്നു കർത്താവേ. ദൈവ സാന്നിധ്യത്തെ പ്രതികരിക്കുവാൻ കഴിയാതെ ജഡത്തിന്റെ ചിന്തകളിട്ട് ഞങ്ങളെ കർത്താവേ, ഞങ്ങളെ അല്ലെങ്കിൽ തളർത്തിക്കളയുന്ന എല്ലാ പൈശാചിക പോരുകളും ഈ പകൽക്കാലം അല്പസമയം എല്ലാ കുഞ്ഞുങ്ങളും യേശുവിന്റെ നാമത്തിൽ എല്ലാ മുൻവിധികളെയും യേശുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു. ഇന്ന് പകൽക്കാലം ആ ദൈവ സാന്നിധ്യം ഇറങ്ങട്ടപ്പാ. അങ്ങയുടെ കൃപയ്ക്കുൾ ഞങ്ങളെ മറയ്ക്കണമേ. അത്യുന്നതന മറവിൽ ഞങ്ങളെ മറയ്ക്കണമേ. ഈ പകൽക്കാലം കർത്താവേ, ഞങ്ങളുടെ ഹൃദയം ആനന്ദിക്കുവാൻ, ഞങ്ങളുടെ ആത്മാവ് ഇന്ന് പകൽക്കാലം ക്രിസ്തുവിൽ ആനന്ദിക്കുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് ഞങ്ങളിങ്ങോട്ട് പ്രാർത്ഥിക്കുന്നപ്പാ. മുഴുവനും അങ്ങെടുക്കണമേ, മഹത്വമെല്ലാം അങ്ങെടുക്കണമേ അപ്പാ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കും നല്ല പിതാവേ. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം, ജഡ്ജസ് ചാപ്റ്റർ 6 verse 40 ഒന്നുകൂടെ വായിക്കാം. മതി. അന്നു രാത്രി ദൈവം അങ്ങനെ തന്നെ ചെയ്തു. അങ്ങനെ തന്നെ ചെയ്യുന്ന ദൈവം എന്ന് പറഞ്ഞാൽ ഇന്നലകളിൽ ചെയ്ത, അബ്രഹാമിന്റെ ജീവിതത്തിൽ ചെയ്ത, ഇസഹാക്കിന്റെ ജീവിതത്തിൽ ചെയ്ത, യാക്കോബിന്റെ ജീവിതത്തിൽ ചെയ്ത, ഹാനോക്കിന്റെ ജീവിതത്തിൽ ചെയ്ത, ഹല്ലേലൂയ, നോഹയുടെ ജീവിതത്തിൽ ചെയ്ത, അല്ലെങ്കിൽ പൗലോസിന്റെ ജീവിതത്തിൽ ചെയ്ത അതേ ദൈവം അങ്ങനെ തന്നെ ഇന്നും പ്രവർത്തിക്കുന്ന ദൈവമാണ്. കരങ്ങൾ ഉയർത്തിയൊന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമ്മളാണ് ഇന്ന് പകൽക്കാലം നമ്മുടെ വിടുതൽ നമ്മൾ സ്വീകരിക്കുന്നത്. സ്തോത്രം. അല്ലെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് പറയുന്നു, നമ്മളൊരു വിടുതൽ ഏറ്റെടുത്താൽ നമ്മുടെ തലമുറകളിലേക്ക് അത് പകരപ്പെടുവാനിടയായി തീരും. ഹല്ലേലൂയ. നമ്മുടെ തലമുറകളിൽ മേൽ നമ്മളാണ് അതിൻ്റെ വാഹകർ, നമ്മളാണ് അതിൻ്റെ ചാനല്. നമ്മുടെ അധരം അതിനകത്തൊരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് അപ്പാ നീ എൻ്റെ ദൈവം, നീ ഒഴികെ ഞങ്ങൾക്ക് ഒരു നന്മയും ഇല്ലെന്ന് പറയുമ്പോൾ, ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം ഞാൻ പറയുന്നു, സ്വർഗം ഒരു കവാടം തുറക്കും, സ്വർഗം ഒരു ഉറവ തുറക്കും, സ്വർഗം ഒരു ഹല്ലേലൂയ സ്വർഗത്തിന്റെ വാതിൽ തുറന്ന് നീ ഒഴികെ ഞങ്ങൾക്ക് നന്മയില്ലെന്ന് പറയുമ്പോൾ ദൈവം നിനക്ക് നന്മയായി വെളിപ്പെടും. ഹല്ലേലൂയ. യഹോവ ഹല്ലേലൂയ എന്റെ ഹല്ലേലൂയ മഹത്വമായി മാറും. ഇന്ന് പകൽക്കാലം നിന്റെ കുടുംബത്തിന്റെ മഹത്വമായി ദൈവം ഇറങ്ങുവാൻ ആഗ്രഹിക്കുക. ദൈവം
നിന്റെ ദൈവമെന്ന് പറയുവാൻ അവൻ ആഗ്രഹിക്കുകയാ. ഓ, ഞാൻ സേവിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നിന്റെ ദൈവമാണെന്ന് പറയുവാൻ അവൻ ആഗ്രഹിക്കുകയാ. Praise God, Jesus. Glory to God. ഞാൻ ഇന്ന് പകൽക്കാലം ആരെയും ഇളക്കുവാൻ അല്ല ഇന്ന് പകൽക്കാലം ഈ വചനം പറയുന്നത്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ ദൈവത്തിന്റെ നിയോഗങ്ങൾ, ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങണമെങ്കിൽ, ദൈവത്തിന്റെ പ്രവൃത്തി അല്ലെങ്കിൽ അങ്ങനെ തന്നെ ദൈവം ചെയ്യണമെങ്കിൽ, അഥവാ ദൈവം പറഞ്ഞതുപോലെ തന്നെ ചെയ്യണമെങ്കിൽ, കമോൺ ദൈവത്തിന്റെ പൈതലേ, ദൈവം പറയുന്നത് പോലെ അവൻ വാക്കു മാറുന്ന ദൈവമല്ല. വാക്കു മാറ്റി പറയുവാൻ അവൻ മനുഷ്യനല്ല. ഇന്ന് പകൽക്കാലം ദൈവം, ജീസസ്, ഹല്ലേലൂയ, നമ്മൾ സേവിക്കുന്ന ദൈവം മറ്റൊരു ദൈവത്തെ പോലെയല്ല. ഓ ജീസസ്, അവൻ മാറുന്ന ദൈവമല്ല. അവൻ അനന്യനായ ദൈവമാണ്. അൺചേഞ്ചിങ് ഗാഡ്. ഹല്ലേലൂയ, അവൻ അനന്യനായ ദൈവമാണ്. ഇന്ന് പകൽക്കാലം പറഞ്ഞു, എൻ്റെ ദൈവം മാറത്തില്ല, എൻ്റെ ദൈവം മാറത്തില്ല. സഹോദര സഹോദരി, കുഞ്ഞെ, നിന്റെ ദൈവം മാറത്തില്ല കേട്ടോ. ആരെല്ലാം മാറിപ്പോയാലും സാഹചര്യങ്ങൾ മാറിപ്പോയാലും, നീ എവിടെ പോയാലും നിന്റെ ദൈവം ഇന്ന് പകൽക്കാലം മാറുന്ന ദൈവമല്ല. സ്തോത്രം, 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 സ്തോത്രം. ഇടയ്ക്കിടയ്ക്ക് നമ്മളോട് പറയണം, നമ്മുടെ ദൈവം മാറുന്ന ദൈവമല്ല. കമോൺ ജെയിംസ്, വിശ്വസിക്കുക, ദൈവം മാറുന്ന ദൈവമല്ല, ദൈവം മാറുന്ന ദൈവമല്ല. പറഞ്ഞാട്ടെ, നിന്റെ ഏത് സാഹചര്യങ്ങളുടെ മുമ്പിൽ സാഹചര്യങ്ങൾ മാറിക്കൊള്ളട്ടെ, നിയമങ്ങൾ മാറിക്കൊള്ളട്ടെ, ഇന്ന് പകൽക്കാലം പറ, എൻ്റെ ദൈവം മാറത്തില്ല, എൻ്റെ ദൈവം മാറത്തില്ല, എൻ്റെ ദൈവം മാറത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നു, ഓ യാക്കോബിന്റെ പുത്രന്മാരെ, ദൈവം നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിന്റെ ദയയാണ്. അവൻ മാറാത്തവനാണ്. ജീസസ്. കുഞ്ഞുങ്ങളെ പറയണം, എൻ്റെ അപ്പന്റെ ദൈവം എൻ്റെ ദൈവമാ. ഓ, എൻ്റെ പേരൻസിന്റെ ദൈവം എൻ്റെ ദൈവമാ. അവൻ മാറാത്ത ദൈവമാ, അവൻ മാറാത്ത ദൈവമാ. സ്തോത്രം. Glory to God. ദൈവത്തിൻ്റെ ബ്ലെസ്സിങ്സ് എല്ലാം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പഠിക്കുമ്പോൾ ദൈവം കവനന്റിന്റെ ബേസിസിലാണ് ബ്ലെസ് ചെയ്യുന്നത്. ദൈവവും മനുഷ്യനുമായിട്ടൊരു കവനന്റ് ഉണ്ട്. എറ്റേണൽ കവനന്റ്. അത് മാറത്തില്ല. ആകാശം മാറിയാലും ഭൂമി മാറിയാലും നിത്യത വരെയുള്ള ദൈവത്തിൻ്റെ കവനന്റ് ഒരിക്കലും മാറത്തില്ല. സ്തോത്രം. കവനന്റ് തെറ്റിച്ചാൽ, സ്തോത്രം, കവനന്റ് തെറ്റിച്ചാൽ ദൈവം വിഷമിക്കും. ദൈവം എന്ത് ചെയ്യും? ദൈവം വിഷമിക്കും. ദൈവം വിഷമിച്ചിട്ട് ദൈവം അല്പസമയത്തേക്കൊന്ന് മാറി നിൽക്കും. ഒരു ടെമ്പററി പീരീഡ്. ആ മാറി നിൽക്കുന്ന സമയത്ത് ദൈവം ആരുടെ കയ്യിൽ ഏൽപ്പിക്കുമെന്നറിയാമോ? ശത്രുക്കളുടെ കയ്യിലോട്ട് ഏൽപ്പിക്കും. ദൈവം ഏൽപ്പിക്കുമോ? പക്ഷെ അപ്പോഴും ദൈവത്തിന്റെ കൺട്രോളിലാണ് നമ്മൾ ഇരിക്കുന്നത്. സ്തോത്രം. മാറി നിന്ന് ദൈവം എന്ത് പറയും? ഒരു കൺട്രോൾ കൊടുത്തിട്ട് ഒരു സീസൺ കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നറിയാം? നമ്മളെ വീണ്ടും റീസ്റ്റോർ ചെയ്യും. സ്തോത്രം. ആ സമയത്ത് നാം ദൈവസ്ഥാനത്തിൽ മടങ്ങി വരികയും, നാം ദൈവസ്ഥാനം അനുതപിക്കുകയും, നാം ദൈവസ്ഥാനത്തിൽ ഏറ്റുപറയുകയും ചെയ്ത് നമ്മൾ റീസ്റ്റോറേഷനിലേക്ക്, നമ്മൾ ദൈവത്തിൻ്റെ സ്ഥലത്തേക്ക് മടങ്ങി വരുമ്പോൾ, ഈ 2 വർഷമോ 3 വർഷമോ 6 മാസമോ 8 മാസമോ എത്ര സമയമാണ് നീ മടങ്ങി വരുവാൻ എടുത്തത്, അന്ന് വരെയുള്ള സകല നന്മകളും കടം കടക്കത്തില്ല. ദൈവം അത് ഇരട്ടിയായി തരും. നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഞാൻ എന്തോ പറയുന്നതെന്ന്? അങ്ങനെ അതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല, ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി? കവനന്റിൽ നിന്നാ മതി. സ്തോത്രം. ദൈവം ആരെയും ദോഷങ്ങളാൽ പരീക്ഷിക്കുന്ന ദൈവമല്ല. പക്ഷേ എന്നെയും നിങ്ങളെയും പണിതെടുത്ത് നല്ലൊരു പാത്രമായി പുറത്തെടുക്കുവാൻ, പ്രയോജനമുള്ളവരായി മാറുവാൻ ദൈവം സദാകാലവും നമ്മളെ തള്ളിക്കളയത്തില്ല. നമ്മൾ എന്ത് ചെയ്തെന്നറിയാമോ? ഒരു പണിയിലൂടെ, ഒരു ശോധനയിലൂടെ ദൈവം നമ്മളെ കടത്തിവിടും. ആ സമയത്ത് കയ്പായിത്തീരുന്ന ഒത്തിരി പേരുണ്ട്. ആ സമയത്ത് പിറുപിറുക്കുന്ന ഒത്തിരി പേരുണ്ട്. ആ സമയത്ത് പിന്മാറിപ്പോകുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷേ ആ സമയത്ത്
ഞാൻ ദൈവത്തിൻ്റെ ആയുധശാലയിൽ പണിയപ്പെടുന്ന ഒരു ഉപകരണമാണ്, ഒരു കുശവന്റെ കയ്യിൽ കളിമണ്ണാണെന്ന് പറഞ്ഞ് ആ സമയത്ത് നമ്മൾ ഏൽപ്പിക്കപ്പെട്ടാൽ പഴയതിനേക്കാൾ വ്യത്യസ്തതയോടെ ദൈവം നമ്മളെ പണിത് പുറത്തെടുക്കുവാനിടയായിത്തരും. വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ പശ്ചാത്തലം പറയേണ്ട ആവശ്യമില്ല. ഒത്തിരി പ്രാവശ്യം ഞാൻ ഈ പുൽപ്പറ്റിൽ നിന്ന് പ്രസംഗിച്ചിട്ടുള്ള വിഷയമാണ്. 6-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഇസ്രായേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു. ദൈവം അവരെ എന്ത് ചെയ്തെന്നറിയാമോ? യഹോവ അവരെ 7 സംവത്സരം മിദ്യാന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അടുത്ത വാക്യം പറയുന്നു, ഈ മിദ്യാനിൽ ഇസ്രായേലിന്റെ മേൽ ആധിക്യം പ്രാപിച്ചു. ഓക്കെ, എന്നിട്ട് ഇസ്രായേൽ മക്കൾ മിദ്യാനയുടെ നിമിത്തം പർവ്വതങ്ങളിലും ഗുഹകളുടെ ദുർഗങ്ങളും ശരണമാക്കി. എന്നിട്ട് അടുത്ത വാക്യം, ഇസ്രായേൽ വിതച്ചിരിക്കുമ്പോൾ മിദ്യാന്യരും അമാലേക്കരും കിഴക്കുദേശക്കാരും അവരുടെ നേരെ വരും. അടുത്തത്, അവർക്ക് വിരോധമായി പാളയം ഇറങ്ങി ഗസ വരെ നാട്ടിലെ വിള നശിപ്പിക്കും. ഇസ്രായേലിന് ആകാരമോ ആടോ മാടോ കഴുതയോ ഒന്നും ശേഷിപ്പിക്കുകയില്ല. അടുത്തത്, അവർ തങ്ങളുടെ കന്നുകാലികളും കൂടാരങ്ങളുമായി പുറപ്പെട്ട വെട്ടുക്കിളികളെ പോലെ കൂട്ടമായി വരും. അവരും അവരുടെ ഒട്ടകങ്ങളും അസംഖ്യമായിരുന്നു. അവർ ദേശത്ത് കടന്ന് നാശം ചെയ്യും. ഇങ്ങനെ മിദ്യാന്യരായ ഇസ്രായേൽ ഏറ്റവും ക്ഷയിച്ച് ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. മതി. 6 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ തക്കോണം കഴിയുന്നത്, നിയോഗമുള്ള ദൈവമക്കൾ, വിളിയുള്ള ദൈവമക്കൾ, ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനം, ദൈവം പ്രത്യേക പദ്ധതിയോടുകൂടി വിളിച്ച് പുറത്തിറക്കിയ ദൈവത്തിൻ്റെ ജനം എന്ത് ചെയ്യുകയാണ്? അവർക്ക് വളരെ ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ വിതയുണ്ട്, പക്ഷെ കൊയ്ത്തില്ല. ഹലോ, കേൾക്കുന്നുണ്ടോ? വിതയുണ്ട്, പക്ഷേ കൊയ്ത്തില്ല. അവർ കഴിക്കുന്നുണ്ട്, പക്ഷെ ക്ഷയിക്കുന്നവരായി മാറുക. അവർക്ക് പുഷ്ടിപ്പെടാൻ കഴിയുന്നില്ല. അവർ ദിവസം തോറും ക്ഷയിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഇതെല്ലാം നടക്കുമ്പോഴും ഒരു കുടുംബത്തിന് ഒരു പ്രശ്നവുമില്ല. അവിടെ പറയുന്നു, കന്നുകാലികളോ ആടോ മാടോ കഴുതയോ ഇതൊന്നും എന്ത് ചെയ്യുന്നില്ല, ശേഷിക്കുന്നില്ല. ഇതെന്താണെന്ന് ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ്. എങ്കിലും പുതുതായിട്ട് വന്നവരോട് ഞാൻ 1-2 കാര്യങ്ങൾ പറയുന്നത്, മിദ്യാന്യര് ഭൗമികമായ നന്മകളെ നശിപ്പിക്കുന്ന ശക്തിയാണ് മിദ്യാന ശക്തി. അമാലേക്യ ശക്തി എന്ന് പറയുന്നത് ശാരീരികമായ ക്ഷീണങ്ങളിട്ട് രോഗങ്ങൾ, ഡിപ്രഷന്, അതുപോലെ തന്നെ സ്ട്രെസ് എന്നിത്യാദി കാര്യങ്ങളെ കൊണ്ടുവന്നിട്ട് ശാരീരികമായും മാനസികമായും ക്ഷീണിപ്പിക്കുന്ന ശക്തിയാണ് അമാലേക്യ ശക്തി. കിഴക്കുദേശക്കാർ എന്ന് പറയുന്നത് നമ്മുടെ ആത്മീകമായ നന്മകളെ നാം പ്രാപിക്കേണ്ട ദൈവത്തിൻ്റെ കൃപകളെ, കൃപാവരങ്ങളെ, പ്രാർത്ഥനയുടെ അനുഭവങ്ങൾ, ആത്മീക അനുഭവങ്ങളെ ഒക്കെ തടഞ്ഞു നിർത്തി എത്ര പ്രാർത്ഥിച്ചിട്ടും മറുപടി തരാതെ വണ്ണം നമ്മളെ ഭാരപ്പെടുത്തുന്ന, നമ്മളെ സംശയത്തിലേക്ക് കൊണ്ടുവരുന്ന, നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്ന ശക്തിയാണ് ദേശാധിപതി ശക്തി അഥവാ കിഴക്കുദേശക്കാരെന്ന് പറയുന്നത്. അങ്ങനെ 9-ലധികം ജാതികളെ കുറിച്ച് നമുക്ക് പഠിക്കുവാൻ തക്കോണം കഴിയും. ഈ ജാതികൾക്കൊക്കെ അവരവരുടേതായ ഒരു ശൈലിയുണ്ട്. എല്ലാം വന്ന് ഒരുപോലല്ല നശിപ്പിക്കുന്നത്. ശാരീരികമായി നമ്മളെ ചില കാര്യങ്ങളിന്മേൽ മാനസികമായി പിശാച് നമ്മളെ തളർത്തും. ഭയങ്കര ആരാധനയാണ്, ഭയങ്കര വിടുതലാണ്. പക്ഷേ ഒരാളൊരു വേട് പറഞ്ഞാൽ നമ്മുടെ ആത്മീകം പോയി. അത് വലിയ കാര്യമൊന്നുമില്ല, കുറ്റമൊന്നുമല്ല പറഞ്ഞത്. നാളെ ഈ നേരത്ത് കാണിക്കാം, എത്രയും പറഞ്ഞതേ ഉള്ളൂ. 900 പേരുടെ 850 പ്രവാചകന്മാരുടെ മുമ്പിൽ നിന്ന് ഒറ്റയ്ക്ക് നിന്ന് പോരാടിയ ഏലിയാവ് അടുത്ത നിമിഷം അങ്ങോട്ട് പോയെന്ന് പറയും, മതി, ചത്താ മതി, എന്നെ കൊണ്ട് പറ്റത്തില്ല. പിന്നെ നോക്കിയപ്പോ ഞാൻ അപ്പനെക്കാട്ടി വലിയ ആളൊന്നുമല്ല, തീർന്നോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നു ഞാൻ എന്തോ പറയുന്നതെന്ന്? ഇത് വരുമ്പോഴേ ദൈവമക്കൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. മുമ്പേ പറഞ്ഞതുപോലെ ആരാധിക്കുന്നവനെ തകർക്കുന്ന, പ്രാർത്ഥിക്കുന്നവനെ വിഷമിപ്പിക്കുന്ന ഒരു പോരാട്ടമുള്ള സ്ഥലമാണ് നമ്മളുടെ സ്ഥലമെന്ന് തിരിച്ചറിയണം. ആരാധിക്കുന്നവനോടാ പോരാട്ടം, ഇടിവിൽ നിൽക്കുന്നവനോടാ പോരാട്ടം, പ്രവർത്തിക്കുന്നവനോടാ പോരാട്ടം, പ്രസംഗിക്കുന്നവനോടാ പോരാട്ടം. ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരെയാ തകർക്കുവാൻ നോക്കുന്നത്. ദൈവവൈതലേ, ഒരു കാര്യം ഓർത്തുകൊള്ളണം, കർത്താവ് നമ്മളോട് പറയിച്ചിട്ടുണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ള കാര്യം. അപ്പോൾ
ഈ മിഥ്യാന്യ ശക്തി, അവിടെ ഒരു കാര്യം മനസ്സിലായി. ദൈവം ആരുടെ കയ്യിലേ ഏൽപ്പിച്ചിട്ടുള്ളൂ? എൻ്റെ കയ്യിൽ സമയമില്ലല്ലോ മുമ്പിൽ, വളരെ വേഗം ചിന്തിക്കേണ്ട ചില വിഷയങ്ങളുണ്ട്. പരിശുദ്ധാത്മാവ് ഇന്നലെ രാത്രിയിൽ എന്നെ പഠിപ്പിച്ച ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ ദൈവസ്ഥാനത്തിൽ ഒരു 4-5 മണിക്കൂർ ദൈവസ്ഥാനത്തിൽ ഈ വചനവുമായി ധ്യാനിക്കുവാൻ വളരെ സന്തോഷത്തോടെ ദൈവസ്ഥലായിരിക്കാനിടയായി തീർന്നു. ഞാൻ പറഞ്ഞത്, ഈ ഭാഗം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവം ഇസ്രായേലിനെ മിദ്യാന്യരുടെ കയ്യിൽ ഏൽപ്പിച്ചു 7 വർഷം. പക്ഷേ മിദ്യാന്യരാധിക്യം പ്രാപിച്ച് കഴിഞ്ഞപ്പോൾ ആര് പ്രതികരിച്ചില്ല? പ്രതികരിക്കേണ്ടവർ പ്രതികരിച്ചില്ല. ദൈവത്തിന്റെ പൈതൽ, നിന്റെ കുടുംബത്തിൽ നീയാണ് പ്രതികരിക്കേണ്ടത്. കരയാനുള്ള കൃപ നിനക്കാ ലഭിച്ചതെങ്കിൽ, പ്രാർത്ഥിക്കുവാനുള്ള കൃപ നിനക്കാ ലഭിച്ചതെങ്കിൽ, ആത്മാവിൽ ആരാധിക്കുവാനുള്ള കൃപ നിനക്കും എനിക്കുമാണ് ലഭിച്ചതെങ്കിൽ, ഞാനും നിങ്ങളും പ്രാർത്ഥിക്കാതെ ഇരുന്നാൽ, ഞാനും നിങ്ങളും ആരാധിക്കാതെ ഇരുന്നാൽ, അടുത്തിരിക്കുന്ന അച്ഛൻ ആരാധിച്ചാലും ഇല്ലെങ്കിലും ആരാധിക്കാൻ വിളിച്ച ദൈവത്തിന്റെ പൈതലെ, കൃപ പ്രാപിച്ച ദൈവത്തിന്റെ പൈതലെ, ഞാനും നിങ്ങളും മൗനമായിരുന്നാൽ, ഗ്ലോറി ടു ഗാഡ്. എന്താ സംഭവിച്ചതെന്നറിയാമോ? മിഥ്യാന്യരാധിക്യം പ്രാപിച്ചത് കഴിഞ്ഞപ്പോൾ അവൻ ആരെ കൊണ്ടുവന്നു? അമാലേക്കിനെ കൂടെ കൊണ്ടുവന്നു. മനസ്സിലാവുന്നുണ്ടോ? എവിടാ തൊട്ടത്? ഭൗതികത്തിലാ തൊട്ടത്. ആദ്യം ആടില്ല. ആടെന്തിനു വേണ്ടിയാണെന്നറിയാമോ? ആരാധിക്കുവാനാണ് ആട്. സ്തോത്രം. എന്തിനു വേണ്ടിയാ? യാഗം കഴിക്കുവാനാണ് ആട്. പതുക്കെ പതുക്കെ ആരാധന കുറഞ്ഞു. നാം ആത്മാവിൽ നൃത്തം ചെയ്ത സമയത്തേക്കാൾ ഇന്നത്തെ ദിവസം, ഹല്ലേലൂയ, ദൈവത്തിന്റെ ബദലെ നമ്മുടെ ആരാധന കുറഞ്ഞോ അതോ കൂടിയോ? ഭൗതിക നന്മ കുറഞ്ഞില്ലല്ലോ, നമ്മുടെ സ്റ്റാറ്റസ് കുറഞ്ഞില്ലല്ലോ, ദൈവത്തിന്റെ ഉപകാരങ്ങളൊന്നും കുറഞ്ഞില്ലല്ലോ. എവിടെയാ കുറഞ്ഞത്? ആരാധന കുറഞ്ഞോ? നമ്മളെ തന്നെ ശോധന ചെയ്യാം. ഹല്ലേലൂയ. മാട്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആട്, മാട്, കഴുത, ഹല്ലേലൂയ, ദൈവത്തിന് വേണ്ടി ഭാരം ചുമക്കുവാൻ ഹല്ലേലൂയ ദൈവം നമ്മളെ വിളിച്ചതാ. ആത്മഭാരമുള്ളവരായി ദൈവം നമ്മളെ വിളിച്ചതാ. പക്ഷേ നമുക്കിപ്പോൾ ആത്മഭാരമില്ല. സ്വത്രം ഓരോന്നോരോന്നായി എന്ത് ചെയ്തു? പിശാച് കൂട്ടുകെട്ടുണ്ടാക്കി എന്ത് നശിപ്പിച്ചു? നന്മകളെ നശിപ്പിക്കുവാനിടയായി തീർന്നു. ഇങ്ങനെ അവർ എന്ത് ചെയ്തു? വളരെ ക്ഷയിച്ചു കൊണ്ടിരുന്നപ്പോൾ, ഇനി അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, നിങ്ങൾ ഒരിക്കലും ഈ വചനം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ഗിദെയോനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളാണെന്ന് പറഞ്ഞ് നിങ്ങളുടെ ഹൃദയം അടച്ചു കളയാതെ, ഇന്ന് പകൽക്കാലം സർവശക്തനായ ദൈവത്തിൻ്റെ ഒരു ആലോചന ഇന്ന് പ്രാപിക്കുവാൻ, ദൈവത്തിന് ബദലെ അങ്ങനെ തന്നെ നിങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ ദൈവം നിങ്ങളുടെ കുടുംബത്തിൽ ചെയ്യും, നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി ചെയ്യും, നിങ്ങൾക്ക് വേണ്ടി ചെയ്യും, നിങ്ങളുടെ സഭയിൽ ചെയ്യും. വളരെ ഉറപ്പോടെ ഈ വചന വെളിപ്പാടിൽ നിന്ന് ഞാൻ പറയട്ടെ, നിങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ ദൈവം ചെയ്യും. പക്ഷേ ഒരു കാര്യം, അതാ നമ്മൾ പഠിക്കാൻ പോന്നേ. അനന്തരം യഹോവയുടെ ഒരു ദൂതൻ വന്ന ഒഫ്രയിൽ അബ്രീസ്യനായ യോവാശിന്റെ കരിവേലകത്തിന്റെ കീഴെ ഇരുന്നു. അവന്റെ മകനായ ഗിദെയോൻ ഗോതമ്പ് മിദ്യാന്യരുടെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന് ചക്കിനരികെ വെച്ച് മെതിക്കുകയായിരുന്നു. സ്തോത്രം. ശ്രദ്ധിക്കണമേ, ആരാണ് ഈ യോവാശ്? അത് പഠിക്കുമ്പോൾ നമ്മളെ എല്ലാം ശ്രദ്ധ ആദ്യം ഗിദെയോനിലേക്കാണ് പോകുന്നത്. കാരണം അടുത്ത വാക്യം, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ട്, നീ ഒറ്റ മനുഷ്യനെ പോലെ. അത് ഒരു ദൂതാ. പക്ഷേ അതിൻ്റെ പിന്നിൽ അവനോട് പറയാനോടൊരു കാര്യമുണ്ട്. ആരാണ് ഈ യോവാശ്? യോവാശിന്റെ ചരിത്രത്തിലേക്ക് നമ്മൾ അവരുടെ ജീനിയോളജിയിലേക്ക് പോകുമ്പോൾ, യോവാശ് മനശ്ശയുടെ മകനാണ്. അവിടെ കൊണ്ട് നിർത്തരുത്. മനശ്ശ ആരുടെ മകനാണ്? യോസേഫിന്റെ മകനാണ്. ശ്രദ്ധിക്കുന്നുണ്ടോ? വചനം പഠിക്കുന്നവർ എഴുതിയിട്ടോ? ഹല്ലേലൂയ. യോവാശിന്റെ കരിവേലകത്തിന്റെ കീഴിൽ ഗിദെയോനെ തപ്പി ദൈവാത്മാവ് ഇറങ്ങുവാനൊരു കാര്യമുണ്ട്. ഒരു കാലത്ത് തള്ളപ്പെട്ടവനായി, ഒരു കാലത്ത് ഉപേക്ഷിക്കപ്പെട്ടവനായി, ഒരു കാലത്ത് അവന്റെ പേരിൽ അല്ലെങ്കിൽ വചനം പറയുന്നു, വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു. പക്ഷെ അവന്റെ കൊമ്പ്, അവന്റെ വില്ല് ഉറപ്പോടെ നിന്നൊരു ചരിത്രം. പ്രൈസ് ഗോഡ്.
ഗിദെയോന്റെ കുടുംബത്തിലുണ്ട്. ഇന്ന് പകൽക്കാലം ഞാൻ പറയുന്നു, ദൈവത്തിന്റെ പൈതലേ, ഈ തലമുറയിൽ, ഈ കാലഘട്ടത്തിൽ ദൈവാത്മാവ് എന്നെയും നിങ്ങളെയും തെരഞ്ഞു വന്നത് എന്താണെന്നറിയാമോ? ഒരു കാലത്ത് ഒറ്റയ്ക്ക് നിന്ന പിതാക്കന്മാരുടെ പാരമ്പര്യം എന്റെയും നിങ്ങളുടെ കുടുംബത്തിലുണ്ട്. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് ആ ദൂത് മനസ്സിലാകുന്നുണ്ട്? ദൈവത്തിന്റെ പൈതലേ, ദൈവത്തിന്റെ സ്നേഹം, ഗിദെയോനെ നീ ധൈര്യശാലിയായിട്ടല്ല നിന്നെ തേടി ഇന്ന് പകൽക്കാലം ഇവിടെ വന്നത്. Glory to God. നീ ഒരു പരാക്രമശാലിയായിട്ടല്ല ദൈവം ഇന്ന് പകൽക്കാലം നിന്നെ ഈ ദൂത് കേൾപ്പിക്കുന്നത്. പിന്നെയോ നിന്റെ അപ്പൻ, നിന്റെ പിതാക്കന്മാർ സത്യത്തിന് വേണ്ടി നിന്നത്, അവർ ജീവിതത്തിൽ വില കൊടുത്തത്. ജീസസ്. Glory to God. ഒരു പക്ഷേ എനിക്കും നിങ്ങൾക്കും അത്രേ അറിയത്തില്ലായിരിക്കാം. പക്ഷേ ഇതൊക്കെ മറന്നു കളയുവാൻ അനീതിയുള്ള ദൈവമല്ല നമ്മൾ സേവിക്കുന്ന ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മുണ്ട് മുറുക്കി ഉടുത്ത് ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി അവർ ചെലവാക്കിയത്, ദൈവത്തിന് വേണ്ടി അവർ നിന്നത് മറന്നു കളയുവാൻ അനീതിയുള്ള ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. ജീസസ്. Glory to God. യോസേഫ് തീരുമെന്ന് പിശാച് വിചാരിച്ചു. നിങ്ങളൊരു കാര്യം ചിന്തിക്കണം, യോസേഫ് ഇനി അങ്ങ് മരിച്ചു പോയായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അങ്ങ് മിസ്രൈമിൽ എത്തിയില്ലായിരുന്നെങ്കിൽ ഈ പുസ്തകം ഉണ്ടോ? ചിന്തിച്ചു നോക്കിയേ. ഇസ്രായേൽ എന്ന ജാതി ഉണ്ടാകുമോ? നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? മിസ്രൈം എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ഗർഭപാത്രമാ. ഏതാ? തകർക്കണമെന്ന് പിശാച് പറഞ്ഞെടുത്ത് ഉണ്ടാക്കുവാൻ തക്കവണ്ണം ഇസ്രായേലിന്റെ ഗർഭപാത്രമാക്കി മിസ്രൈമിനെ ദൈവം രൂപാന്തരപ്പെടുത്തെങ്കിൽ, ദൈവം പണിതെടുത്തെങ്കിൽ, ദൈവത്തിന്റെ പൈതലേ, പിശാച് നീ എത്ര ഉയരത്തില്ലെന്നും എത്ര വളരത്തില്ലെന്നും എത്ര താലരി എങ്ങനെയെല്ലാം നശിപ്പിക്കുവാൻ നോക്കിയാലും, സ്വത്രം ഒരു ദൂത് പറയാം, ഇസ്രായേൽ എന്ന ജാതി ഒരു രാജ്യത്തിൽ വേറൊരു രാജ്യമുണ്ടായ ഒറ്റ ചരിത്രമേ പുസ്തകത്തിലുള്ളൂ, അത് ഇസ്രായേലാ. ഹലോ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്തോ പറഞ്ഞത്? ഇസ്രായേൽ എന്ന് പറഞ്ഞ ജാതി ഉണ്ടായത് മിസ്രൈമിനകത്താ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അവരെ പീഡിപ്പിക്കും തോറും അവർ വർദ്ധിച്ചു. സ്വത്രം. അവരെ തകർക്കാൻ നോക്കുന്തോറും അവർ കരുത്തുറ്റവരായി മാറി. വചനം പറയും തോറും പോലും അവരുടെ മുമ്പിൽ കുരയ്ക്കാതെ വണ്ണം സ്വർഗത്തിലെ ദൈവം അവരെ പണിയുവാനിടയാക്കി. സ്വത്രം. അങ്ങനെയുള്ളവന്റെ പാരമ്പര്യത്തിൽ നിന്ന് യോവാശ് എന്ത് ചെയ്തെന്നറിയാമോ? ഒരു കുടുംബം. നീ അവിടെ ചിന്തിക്കേണ്ടത്, യഥാർത്ഥത്തിൽ യോവാശിന് എന്തുണ്ട്? ഇവരെല്ലാം നശിപ്പിക്കുമ്പോഴും, ആടോ മാടോ കഴുതയോ ഇതൊന്നും ശേഷിപ്പിക്കാതെ ഇരിക്കുമ്പോഴും, യോവാശിന്റെ കയ്യിൽ ആരാധനയ്ക്ക് വേണ്ടി ചില മൃഗങ്ങളുണ്ട്. നിങ്ങൾ ആ ഭാഗം വായിക്കണമേ. എന്നിട്ട് അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യഹോവയുടെ ദൂതൻ അവന് വലിയ പരാക്രമശാലി യഹോവ നിന്നോട് കൂടെ ഉണ്ടെന്ന് അവനോട് പറഞ്ഞു. ശ്രദ്ധിച്ച് കേൾക്കണം. ഇനി അടുത്ത വാക്യത്തിലേക്ക് നമ്മൾ പോകാൻ പോകുക. അങ്ങനെ യഹോവ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഇതൊക്കെ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഓരോ പ്രാവശ്യം വരുമ്പോഴും ദൈവം ദൂത് പറയാം നമ്മളോട്. ദൈവം പ്രവർത്തിക്കും, ദൈവം ചെയ്യും, ദൈവം അങ്ങനെയാ, ദൈവം ഇങ്ങനെ ചെയ്യും, എല്ലാം നമ്മൾ ബലപ്പെട്ടു. പക്ഷേ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പിന്നെന്താ ഇതൊന്നും നടക്കാത്തേ? ഹലോ, ശ്രദ്ധിച്ചു കേൾക്കണം. അതിന് മറുപടിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. എല്ലാ പ്രാവശ്യം വരുമ്പോഴും പരിശുദ്ധാത്മാവ് ദൂത് പറയും. പക്ഷേ ദൂത് എന്ത് ചെയ്യുന്നില്ല? നിറവേറുന്നില്ല. ദൈവ ആലോചന എന്ത് ചെയ്യുന്നില്ല? നിറവേറപ്പെടുന്നില്ല. ഇവനെ കണ്ട മാത്രയിൽ യഹോവയുടെ ദൂതൻ പറഞ്ഞു, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. അടുത്ത ചോദ്യം, യഹോവ നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ, എന്നോട് കൂടെ ഉണ്ടെങ്കിൽ ഇതൊക്കെ എന്താ സംഭവിക്കുന്നത്? ഏതാ? 7 വർഷമായിട്ട് ഒരു പരിപാടിയും നടക്കുന്നില്ല. വിതയുണ്ട്, കൊയ്ത്തില്ല. സ്വത്രം. യാതൊരു ആരാധനയും നടക്കുന്നില്ല. പക്ഷേ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ സംശയം, അവന് ഭയം, ഇത് സംഭവിക്കുമോ? ദൈവത്തോട് 2-3 അടയാളം ചോദിച്ചു.
അടയാളം എന്താണെന്നറിയാമോ? ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ ആ ഭാഗത്തിൻ്റെ അവസാനമാണ് നമ്മൾ വായിച്ച വാക്യത്തിൻ്റെ കുറിവാക്യം കിടക്കുന്നത്. അവൻ പറഞ്ഞു, ഞാൻ നാളെ ഒരു തോലെടുത്തിട്ട് ഞാൻ പുറത്തിടും. എന്തു ചെയ്യണം? ആദ്യം അതിൻ്റെ പുറത്ത് മാത്രം മഞ്ഞ് വീഴുകയും തോലിൽ മാത്രം മഞ്ഞ് പെയ്യാതെയും ഇരുന്നാൽ ദൈവം പറഞ്ഞത് ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കും. ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? ആ രാത്രി അങ്ങനെ ചെയ്തു. പിറ്റേ ദിവസം പിന്നെയും പോരാ, ഒരു പ്രാവശ്യം കൂടെ കർത്താവേ ഒരു കാര്യം ചെയ്യും, ഈ തോലിനകത്ത് മാത്രം മഞ്ഞ് വീഴണം, ബാക്കി ഓരോയിടത്തും മഞ്ഞ് വീഴരുത്. അതിന് 40-ാം വാക്യം നമ്മൾ പറഞ്ഞത്. അല്ലെങ്കിൽ ദൈവം എന്ത് ചെയ്തു? അവൻ പറഞ്ഞതുപോലെ ചെയ്തു. ഇനി ശ്രദ്ധിക്കണം, ഞാൻ പതുക്കെ പറഞ്ഞു പോകാം കോട്ടെ. അപ്പം അവൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം ഇവൻ വിചാരിച്ചു ദൈവം കൂടെ ഇനി എല്ലാം നടക്കുമെന്ന്. പക്ഷേ അതിന് ശേഷം ദൈവം അവനോടൊരു കാര്യം പറയുകയാണ്. ഇതൊക്കെ കഴിഞ്ഞ 6-ാം അധ്യായത്തിൻ്റെ ഈ 17-ാമത്തെ വാക്യം. കർത്താവേ അടുത്തത് ഇനി 24-ാമത്തെ വാക്യം. ഒരു യാഗപീഠം പണിഞ്ഞു, യാഗം ഉണ്ടാക്കി. ഇനി 24-ാമത്തെ വാക്യം. എന്ന് പേരിട്ടു. അതെടുത്തത് ദൈവമാണ് എന്നോട് സംസാരിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം ഗിദെയോൻ എന്തോ ചെയ്തെന്നറിയാമോ? ഒരു യാഗപീഠം പണിതു. യാഗപീഠം പണിതിട്ട് അവൻ അവിടെ ദൈവത്തെ എന്ത് ചെയ്തു? ആരാധിച്ചു. അതിന് ശാലോം എന്ന പേരിട്ടു. അന്ന് രാത്രിയിൽ, അടുത്ത വാക്യമാണ് ശ്രദ്ധിക്കേണ്ടേ, അന്ന് രാത്രി യഹോവ അവനോട് കൽപ്പിക്കുക. ഒറ്റ മനുഷ്യനെ പോലെ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ പോകുന്നതിൻ്റെ രാത്രിയിൽ ദൈവം അവനോട് സംസാരിക്കുകയാണ്. എന്താ ചെയ്തതെന്നറിയാമോ? ദൈവം അവനോട് സംസാരിക്കുകയാണ്. അന്ന് രാത്രി അവനോട് കൽപ്പിച്ചത്, നിന്റെ അപ്പൻ്റെ ഇളയ കാളയായ 7 വയസ്സുള്ള രണ്ടാമത്തെ കാളയെ കൊണ്ടു ചെന്ന് നിന്റെ അപ്പനുള്ള ബലിപീഠം ഇടിച്ച് അതിനരികെയുള്ള അശേര പ്രതിഷ്ഠയെ വെട്ടിക്കളക. ദൈവത്തിൻ്റെ പൈതലേ, ദൈവം നാം പറയുന്നത് പോലെ ദൈവം പ്രവർത്തിക്കും. നമ്മളോട് പറഞ്ഞതുപോലെ ദൈവം വാഗ്ദത്തം നിവർത്തിക്കും. പക്ഷേ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ദൈവം പറയാ, എല്ലാവരുടെയും കാളയും ആടും മാടും എല്ലാം വെട്ടിക്കളഞ്ഞു. പക്ഷെ നിനക്ക് വേണ്ടി നിന്റെ വീട്ടിലുള്ള കാളയോ കഴുതയോ കവർന്നു പോകാതെ വണ്ണം ഞാൻ സൂക്ഷിച്ചത് എന്തിനാണെന്നറിയാമോ? അതെനിക്ക് വേണ്ടി യാഗം കഴിക്കാനാ. ശ്രദ്ധിക്കുന്നുണ്ടോ? പക്ഷേ ജോവാഷ് എന്ത് ചെയ്തില്ല? അത് ചെയ്യാതെ യോവാഷ് എന്ത് ചെയ്തില്ല? യോവാഷ് അത് ചെയ്യാതെ ഈ കാളെ ഇങ്ങനെ നിർത്തിയിരിക്കുക. ഹലോ, മിദ്യാനർ വന്ന്, കിഴക്കദേശക്കാർ വന്ന്, അമാലേക്കർ വന്ന് എല്ലാം നക്കി തുടച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവൻ്റെ വീട്ടിൽ മാത്രം ദൈവം ഒരു ശേഷിപ്പ് കൊടുത്തു. ഹലോ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഞാൻ എന്തോ പറയുന്നതെന്ന്? സ്വത്രം. എന്നിട്ടും ദൈവത്തിന് യാഗം കഴിക്കാതെ, ദൈവത്തിന് മഹത്വം കൊടുക്കാതെ, അതേ ആരാധിക്കേണ്ട വീട്ടിൽ തന്നെ ആരുടെ ആരാധന നടക്കാന്നറിയാമോ? ബാലിൻ്റെ ആരാധന നടക്കുക. പിന്നെ ഒരു പ്രതിഷ്ഠയും കൂടെ ഉണ്ട്. പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ എന്തുവാ? ഓർമ്മയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ചില സാധനങ്ങൾ കൂടെ ഉണ്ട് അവൻ്റെ വീട്ടിൽ. ആരുടെ വീട്ടിലാ? വല്യപ്പച്ചൻ യോസെഫായിരുന്ന അവൻ്റെ വീട്ടിൽ എന്തുണ്ട്? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഞാൻ എന്തോ പറയുന്നത്? വല്യപ്പച്ചൻ ആരായിരുന്നു? യോസെഫ്. സ്വത്രം. ഇനി അതിന് മുന്നോട്ട് പോകുമ്പോൾ വേറൊരു കാര്യമുണ്ട്. ഇവൻ്റെ മകൻ്റെ പേരെന്താണെന്നറിയാമോ? അബീമേലെക്ക്. അതിനൊക്കെ പിന്നീട് വരാം. ഇവിടെ വരുന്ന കാര്യം പറയട്ടെ. ദൈവം അവനോട് ഇടപെടുക. ആ രാത്രി നീ യുദ്ധം ചെയ്യുന്നതിന് മുമ്പ്, നീ ഗിദെയോനെ തകർക്കുന്നതിന് മുമ്പ്, നിന്റെ മേൽ വിളിയുണ്ട്, നിന്റെ മേൽ നിയോഗമുണ്ട്, നിന്റെ മേൽ അഭിഷേകമുണ്ട്, നിന്റെ മേൽ കൃപയുണ്ട്. പക്ഷേ നീ എന്ന് നിന്റെ
അപ്പൻ്റെ കാളകളെ തൊടണമെന്നല്ല പറഞ്ഞേ. ഹലോ, ഇളയ കാളയായ, അപ്പം മൂത്ത കാള അവിടെ ഉണ്ട്. ഹലോ, ഇളയ കാളയായ, പിന്നെ 7 വയസ്സുള്ള, 12 വയസ്സുള്ള വേറെ ഉണ്ട്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ദൈവത്തെ മറച്ച് എന്തെല്ലാം നമ്മൾ വെച്ചാലും യുദ്ധത്തിൽ ജയിക്കത്തില്ല. അത് കുടുംബമായാലും സഭയായാലും വ്യക്തിയായാലും പരാജയമാണ്. സ്തോത്രം. ഞാൻ പുതിയ നിയമത്തിലേക്ക് വരാം, ശ്രദ്ധിച്ചു കേൾക്കണമേ. ദൈവം വളരെ കൃത്യമായി ആരാധിക്കുന്നവനോട് ദൈവം സംസാരിക്കും. നീ എൻ്റെ ജീവിതത്തിൽ ഒരു കുറവുണ്ടെന്ന് ഇനി വേറൊരാൾ വന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. നീ ദൈവത്തെ ആരാധിക്കുന്നവരാണെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയും. പരിശുദ്ധാത്മാവ് നമുക്ക് കൺവിക്ഷൻ തരും. അന്ന് രാത്രി യഹോവ അവനോട്, നിന്റെ അപ്പൻ്റെ ഇളയ കാളയായ 7 വയസ്സുള്ള രണ്ടാമത്തെ കാളയെ കൊണ്ടു ചെന്ന് നിന്റെ അപ്പനുള്ള ബാലിൻ ബലിപീഠം ഇടിച്ച് അതിനെ അരികെയുള്ള അശേര പ്രതിഷ്ഠകളെ വെട്ടിക്കളക. അപ്പൊ വാഗ്ദത്ത നിവർത്തീകരണത്തിന് തടസ്സം എന്താണെന്നറിയാമോ? പ്രതിഷ്ഠകളാ. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രതിഷ്ഠകൾ നമ്മൾ വെച്ചിട്ടുണ്ട്? ദൈവത്തെ ആരാധിക്കേണ്ടതിന് പകരം, ദൈവത്തെ സേവിക്കേണ്ടതിന് പകരം നാം ഏതെല്ലാം രീതിയിലുള്ള പ്രതിഷ്ഠകൾ വെച്ചാലും നമുക്ക് യുദ്ധത്തിൽ ജയിക്കാൻ പറ്റത്തില്ല. യുദ്ധത്തിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. ദൈവത്തിൻ്റെ പൈതലേ, ഇവൻ അപ്പനോട് ചോദിച്ചായിരുന്നല്ലോ, അപ്പം 100 കാര്യം പറഞ്ഞേനെ. മോനെ, അങ്ങനൊന്നും അല്ല, ഇത് ഞാൻ വെറുതെ വെച്ച്. കാര്യം, ഈ യോവാശിനെ കുറിച്ച് പഠിക്കുമ്പോൾ യോവാശ് ആ ദേശത്തുള്ള ഒരു പ്രധാനപ്പെട്ട ആളാണ്. രാഷ്ട്രീയപരമായിട്ട് അദ്ദേഹത്തിന് വലിയ പിടിപാടുണ്ട്. അത് താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. കാരണം ദൈവം പറഞ്ഞതനുസരിച്ച് ആ തലമുറയിൽ യോവാശിനോട് ദൈവം സംസാരിക്കാതെ ആരോട് ദൈവം സംസാരിച്ചു? ഗിദെയോനോട് ദൈവം സംസാരിച്ചു. ഗിദെയോനോട് സംസാരിച്ചപ്പോൾ എന്താണെന്നറിയാമോ? ഞാൻ പറഞ്ഞാൽ കേൾക്കുന്നൊരുവൻ ആ കുടുംബത്തിൽ ഉണ്ടെന്നുള്ള ഉറപ്പാണ് ദൈവം ആരോട് സംസാരിച്ചത്. ഹലോ, ഇന്ന് പകൽക്കാലം എൻ്റെ നിങ്ങളുടെ കുടുംബത്തിൽ ദൈവം പറയുന്നത് കേൾക്കാൻ ഒരാളുണ്ടോ? ഹലോ, ദൈവാത്മാവ് പറയുന്നത് കേൾക്കാൻ ഒരാളുണ്ടോ? സ്തോത്രം. നിന്റെ കുടുംബത്തെ തകർക്കത്തില്ല ദൈവം. നിന്റെ കുടുംബത്തെ പിശാച് നക്കി തുടയ്ക്കുവാൻ സമ്മതിക്കത്തില്ല. ദൈവശബ്ദം കേൾക്കുവാൻ ഒരാൾ തയ്യാറാണെങ്കിൽ. ഗിദെയോൻ എന്താണെന്നറിയാമോ? അവൻ നേരെ ചെന്ന് അന്ന് രാത്രി, നാളെയല്ല, അന്ന് രാത്രി ഗിദെയോൻ ചെന്ന് അപ്പനോട് ചോദിച്ചില്ല. എന്ത് ചെയ്യുന്നറിയാമോ? ബാലിൻ്റെ ബലിപീഠം ഇടിച്ചു കളഞ്ഞ് അശേര പ്രതിഷ്ഠകളെ എടുത്തു കളഞ്ഞു. രാവിലെ വലിയ പ്രശ്നം. രാവിലെ നോക്കിയപ്പോൾ എന്തില്ല? അശേരപ്രതിഷ്ഠയില്ല, ബലിപീഠവും ഇല്ല. നാട്ടുകാരെല്ലാം കൂടെ എന്തോ പറഞ്ഞു? ഇവനെ കൊല്ലണം. ആരെ കൊല്ലണം? ഗിദെയോനെ കൊല്ലണം. അപ്പൻ ഇടപെടുകയാ. ശ്രദ്ധിച്ചു കേൾക്കണമേ. ചിലതൊക്കെ സത്യമാണെന്ന് ബോധ്യമായാൽ നിനക്ക് സമൂഹത്തിൽ എത്ര വിലയുണ്ടെങ്കിലും സത്യത്തിനു വേണ്ടി നിന്നാൽ നിന്റെ കുടുംബത്തെ ദൈവം റീസ്റ്റോർ ചെയ്യും. മനസ്സിലാകുന്നുണ്ടെന്തോ പറയുന്നതെന്ന്? സ്വത്രം. ഒരു പക്ഷേങ്കിൽ ശരിയാ, ബലിപീഠം ഇടിച്ചു കളഞ്ഞപ്പോൾ അവൻ കൊല്ലണം. പക്ഷേ യോവാശ് പറഞ്ഞ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ളൊരു ആൻസർ ഉണ്ട്. കേട്ടെ, ബാല് ദൈവമാണെങ്കിൽ അവൻ തന്നെ പ്രതികരിച്ചോളും, നമ്മളൊന്നും ചെയ്യണ്ട. അതിൻ്റെ അർത്ഥം മകനെ സപ്പോർട്ട് ചെയ്തതല്ല, ജീവിക്കുന്നൊരു ദൈവത്തെ അവൻ ഭയപ്പെട്ട് അവൻ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരികയാണ്. ശ്രദ്ധിച്ച് കേൾക്കണമേ ദൈവ പൈതലേ. ആ വചനത്തിന് ആട് എനിക്കറിയാം പഴയ നിയമമായതുകൊണ്ട് ചിലർക്കൊക്കെ ഇച്ചിരി ബോറിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ ഞാനൊരു കാര്യം പറയാം, വലിയൊരു ആത്മീയ അർത്ഥം പരിശുദ്ധാത്മാ പറഞ്ഞു തരികയാ. ചില പ്രതിഷ്ഠകൾ നമ്മുടെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. അതൊരു പക്ഷേ ജോലിയായിരിക്കാം, അതൊരു ഭാര്യയായിരിക്കാം, അതൊരു ഭർത്താവായിരിക്കാം, അത് മക്കളായിരിക്കാം, അത് സൗന്ദര്യമായിരിക്കാം, അത് ആരോഗ്യമായിരിക്കാം, അത് സമ്പത്തായിരിക്കാം. ഏത് പ്രതിഷ്ഠയാണെങ്കിലും ഞാനൊരു കാര്യം പറയാം, ദൈവം പറയുന്നു പ്രതിഷ്ഠ ഇടിക്കാൻ പറഞ്ഞാൽ എന്നെങ്കിൽ മാത്രമേ ശത്രുവിന്റെ മുമ്പിൽ നമുക്ക് നിൽക്കുവാൻ കഴിയത്തുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാൻ സുവിശേഷം 15:7 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ഇഫ് യു അബൈഡ് ഇൻ മീ. യോഹന്നാൻ 15:7, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും.
ദൈവം അങ്ങനെ തന്നെ ചെയ്യാൻ പോകുക. പക്ഷേ എൻ്റെ വചനത്തിന് നിങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം വേണം. എൻ്റെ വചനത്തിന് എന്ന് പറഞ്ഞാൽ യേശുവിന് നിങ്ങളുടെ കുടുംബത്തിൽ സ്ഥാനം വേണം. യേശുവിന് നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥാനം വേണം. ഞാൻ ചോദിക്കുന്നു, ദൈവവചനത്തിന് എത്രത്തോളം സ്ഥാനം നമ്മുടെ കുടുംബത്തിലുണ്ട്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊടുക്കാറുണ്ട്? ദൈവം പറയുക, നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പൈതലേ, അല്ലെങ്കിൽ ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും എൻ്റെ ഇഷ്ടം നിവർത്തിക്കുന്ന ഒരു അപ്പനുണ്ട്. ഞാൻ അപ്പൻ്റെ ഇഷ്ടം നിവർത്തിച്ചു കഴിയുമ്പോൾ ഹല്ലേലൂയ. 1 യോഹന്നാൻ 3:22, 1 John 3:22 പറയുന്നു, ആൻഡ് വാട്ട് എവർ വി ആസ്ക് വി റിസീവ് ഫ്രം ഹിം. അവൻ്റെ കൽപ്പനകളെ നാം പ്രമാണിച്ച് അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട്. കണ്ടീഷൻ കണ്ടോ, കവനന്റ് കണ്ടോ? എന്ത് യാചിച്ചാലും അവങ്കൽ നിന്ന് ലഭിക്കും. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പൈതലേ, അവൻ്റെ കൽപ്പനകളെ നാം പ്രമാണിച്ചാൽ അത് ഹല്ലേലൂയ രക്ഷിക്കപ്പെടുക, സ്നാനപ്പെടുക, അന്യഭാഷ പറയുക, അല്ല ഇതൊന്നും മാത്രമല്ല, അപ്പം നുറുക്ക്, ഇത് മാത്രമല്ല അവൻ്റെ കൽപ്പനകൾ. ദൈവത്തിൻ്റെ വചനപ്രകാരം നാം നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ച് പ്രതിഷ്ഠകളെ എടുത്തു കളഞ്ഞ് ബാൽ വിഗ്രഹങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിയാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, അവൻ നമ്മൾ എന്തു യാചിച്ചാലും അവങ്കൽ നിന്ന് നമുക്ക് ലഭിക്കും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യാക്കോബ് 5:16 പറയുന്നു, ഹല്ലേലൂയ, നീതിമാന്റെ ശ്രദ്ധയോടു കൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നതാണ്. ദ പ്രയർ ഓഫ് റൈച്ചസ് പേഴ്സൺ ഈസ് പവർഫുൾ ആൻഡ് എഫക്റ്റീവ്. ഹല്ലേലൂയ, നമ്മുടെ നീതിമാന്റെ ശ്രദ്ധയോടു കൂടിയ പ്രാർത്ഥന. പക്ഷേ നീ പ്രാർത്ഥനാ മുറിയിലേക്ക് കയറുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പറയുന്നു, അല്ലെങ്കിൽ നിന്റെ അപ്പൻ്റെ വിഗ്രഹങ്ങളെ നീ നശിപ്പിക്കണം, പ്രതിഷ്ഠകളെ നീ മാറ്റണം. ഹല്ലേലൂയ, എന്ത് ചെയ്തെന്നറിയാമോ? ഹല്ലേലൂയ, അവൻ ഗിദെയോൻ ഹല്ലേലൂയ ഒറ്റയ്ക്ക് ചെന്ന ആ രാത്രിയിൽ അവൻ്റെ പിതാവിനോട് ആലോചന ചോദിക്കാതെ ബാൽ വിഗ്രഹങ്ങളെ എടുത്ത് അവനെന്ത് ചെയ്തു? എടുത്ത് ഉടച്ചു കളഞ്ഞു. ദൈവത്തിൻ്റെ പൈതൽ, നീ ദൈവത്തിന് വേണ്ടി നിന്നാൽ, അശേര പ്രതിഷ്ഠകളെ ജീവിതത്തിൽ നിന്ന് മാറ്റിയാൽ, ദൈവത്തിനല്ലാത്ത എന്തെല്ലാം വിഗ്രഹങ്ങൾ നിന്റെ ഉള്ളിലുണ്ടോ? പണ്ടൊരാളിനോട് പറഞ്ഞു, പാസ്റ്റർ ആദ്യം ജോലി പിന്നെ ഉള്ളു ബാക്കിയുള്ള കാര്യങ്ങൾ. നോ, സോറി സഹോദര. യഹോവ വീട് പണിയാതെ ഇരുന്നാൽ, ജോലിയില്ലാത്ത എത്രയോ വർഷങ്ങൾ ദൈവം നമ്മളെ നടത്തിയിട്ടുണ്ട്. നമ്മൾ ഓസ്ട്രേലിയയിൽ വരുന്നതിന് മുമ്പ് ദൈവം നമ്മളെ നടത്തിയില്ലേ? നമ്മൾ ഡോളർ കാണുന്നതിന് മുമ്പ് ദൈവം നമ്മളെ നടത്തിയില്ലേ? ദൈവത്തിൻ്റെ പൈതലേ, ഇന്ന് പകൽക്കാലം നമുക്ക് പറയുവാൻ കഴിയേണ്ടത്, അല്ല ദൈവമേ, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. ഒത്തിരി ഭാഗങ്ങൾ നമുക്ക് ഇതിനോടുള്ള ചിന്തിക്കുവാനുണ്ട്. നമുക്കറിയാം, ജീവിതത്തിൽ ഹല്ലേലൂയ എഫെസോസിൽ വലിയൊരു ഉണർവുണ്ടായി. അപ്പോസ്തല പ്രവൃത്തി ഹല്ലേലൂയ 19-ാം അധ്യായത്തിൽ പൗലോസ് ഉൾപ്രദേശങ്ങളിലൂടെ കടന്നിന്ന് ഹല്ലേലൂയ അവൻ എന്ത് ചെയ്തു? എഫെസോസിൽ എത്തിയപ്പോൾ അവിടെ എന്ത് ചെയ്തു? സുവിശേഷം അറിയിച്ചു. സുവിശേഷം അറിയിച്ചപ്പോൾ അവർ ആദ്യം ചെയ്തത് എന്താണെന്ന് അറിയാമോ? ഒരു മാജിക് ബുക്ക് ഉണ്ടായിരുന്നു, ഒത്തിരി. സ്തോത്രം. മാജിക് ബുക്കുകളെല്ലാം കൂടെ മന്ത്രവാദക്കാരും ക്ഷുദ്രപ്രയോഗക്കാരും എല്ലാവരും ഉണ്ടായിരുന്നു. ലക്ഷക്കണക്കിന് രൂപയുടെ സാധനമെല്ലാം കൂടെ എടുത്ത്, അശേര പ്രതിഷ്ഠകളെല്ലാം കൂടെ എടുത്ത്, അല്ലെങ്കിൽ മന്ത്രവാദികളെല്ലാം കൂടെ കടന്നു വന്ന് അവരുടെ സാധനങ്ങളെല്ലാം കൂടെ എടുത്ത് ഇതിനെ തീയിട്ട് ചുട്ടുകളഞ്ഞു. എപ്പോഴാണ് തീയിലേക്ക് മന്ത്രവാദത്തിൻ്റെ മന്ത്രക്കെട്ടുകൾ ഉരുകാൻ തുടങ്ങിയത്? അന്നു മുതൽ എഫെസോസ് പട്ടണത്തിൽ ഉണർവ് ആരംഭിച്ചു. ദൈവത്തിൻ്റെ പൈതൽ, ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, അല്ലെങ്കിൽ ചില കെട്ടുകൾ നമ്മൾ കത്തിക്കാൻ തയ്യാറായാൽ, ഇന്ന് പകൽക്കാലം ഞാൻ പറയുന്നു, നമ്മൾ വിചാരിക്കും ഇതൊരു മാജിക്ക് ഇതാണെന്നാണ് വിചാരിക്കുന്നത്. ചിലർക്കൊക്കെ മാജിക്കുണ്ട്, അതാ അവർ ബ്ലെസ് ആവുന്നതെന്ന് അവരുടെ ചിന്ത. സോറി സഹോദര. Unless God build the house, the labors are vain. ദൈവം വീട് പണിയാതെ ഇരുന്നാൽ പണിയുന്നവർ വൃഥാധ്വാനിക്കുന്നു. ഈ പകൽക്കാലം ഞാൻ പറയുന്നു, ഈ ഫെബ്രുവരി മാസത്തിൽ 2025 നമ്മളുടെ നമ്മുടെ തീം എന്ന് പറയുന്നത് ഗാഡ് ഈസ് എ ഗാഡ് ഓഫ് പ്രൊവിഡൻസ്. ദൈവം നമ്മൾക്ക് നന്മ തരുന്ന ദൈവമാണ്. പക്ഷേ ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നതിന് മുമ്പ് ഇന്ന് പകൽക്കാലം ദൈവത്തോട് പറയാം, എന്തെങ്കിലും പ്രതിഷ്ഠകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഒരു കാര്യം ഒന്ന് സറണ്ടർ ചെയ്യാമോ? കർത്താവ്, നിന്നെ കൂടാതെ എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. നട്ടവനും നടുന്നവനും ഏതുമില്ല, വളർത്തുമാറാക്കുന്ന ദൈവമാണ്. ഇന്ന് പകൽക്കാലം ഞാൻ പറയുന്നു, ഒത്തിരി ഭാഗങ്ങൾ അല്ലെങ്കിൽ മുടിയൻ പുത്രൻ വിചാരിച്ചു ഇതൊക്കെ കൊണ്ടുവന്ന് ഇനിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ബിസിനസ് ചെയ്ത് ഇനിയുള്ള നാളുകളൊക്കെ ഞാൻ വർദ്ധിപ്പിച്ച് ഞാൻ സുഖമായിട്ട് ജീവിക്കും, എനിക്ക് അപ്പനുമായിട്ടൊരു ബന്ധം വേണ്ട, ചേട്ടനുമായിട്ടൊരു ബന്ധം വേണ്ട, വീടുമായിട്ടൊരു ബന്ധം വേണ്ട എന്നൊക്കെ പറഞ്ഞാ പോയത്. പക്ഷേ സ്വത്രവനൊരു കാര്യം മനസ്സിലായി,
ഇതുകൊണ്ടൊന്നും എനിക്ക് അപ്പനെ കൂടാതെ ജീവിക്കാൻ പറ്റത്തില്ല. എനിക്ക് അപ്പനെ കൂടാതെ ജീവിക്കാം. കാരണം എൻ്റെ അനുഗ്രഹത്തിൻ്റെ സോഴ്സ് എൻ്റെ അപ്പൻ്റെ ഭവനമാ. ദൈവത്തിൻ്റെ പൈതലേ, ഇന്ന് പകൽക്കാല സ്വർഗം നിന്നെ വിളിക്കുകയാ. ഇന്ന് പകൽക്കാല സ്വർഗം പറയാ, ഞാൻ നിന്നെ അനുഗ്രഹിക്കാം. നിന്നോട് വാഗ്ദത്തം ചെയ്തതുപോലെ, എന്നോടും നിങ്ങളോടും വാഗ്ദത്തം ചെയ്തതുപോലെ അങ്ങനെ തന്നെ ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. പക്ഷേ ഇന്ന് പകൽക്കാലം നീ അശേര പ്രതിഷ്ഠകളെ ഇടിക്കണം. ഇന്ന് പകൽക്കാലം അശേര പ്രതിഷ്ഠകളെ ഇടിക്കണം. ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ പൈതലേ, നിന്നെ അനുഗ്രഹിക്കുവാൻ ഇന്ന് കാണുന്ന യാതൊരു സോഴ്സസിന്റെ ആവശ്യമില്ല. അല്ലെങ്കിൽ കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നുമല്ല ഉയർച്ച വരുന്നത് സ്വർഗത്തിൽ നിന്ന്. എഫെസ്യ ലേഖനം 1:3 പറയുന്നു, സ്വർഗത്തിലെ സകലവിധ ആത്മീയ അനുഗ്രഹങ്ങളാലും ക്രിസ്തു യേശുവിൽ അവൻ നിങ്ങളെ അനുഗ്രഹിക്കും. ഈ പകൽക്കാലം എല്ലാ കണ്ണുകളും അടയട്ടെ. ദൈവം അങ്ങനെ തന്നെ ചെയ്യാൻ പോകുക. ഒരു നിമിഷം എല്ലാ പ്രിയപ്പെട്ടവരും കണ്ണുകളെ അടച്ച്, നിങ്ങൾ എന്നെ നോക്കിയ 100 കുറ്റം കാണും. നിങ്ങൾക്ക് ഭാര്യയെ നോക്കിയ 100 കുറ്റം കാണും. ഭാര്യയ്ക്ക് ഭർത്താവിനെ നോക്കിയ 100 കുറ്റങ്ങൾ കാണും. അല്ലെങ്കിൽ മറ്റുള്ളവരെ നോക്കുമ്പോൾ ഒത്തിരി കുറ്റങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. പക്ഷേ ഇന്ന് പകൽക്കാലം നമ്മൾ മറ്റുള്ളവരെ നോക്കാതെ നമ്മളെ തന്നെ നോക്കി, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിഷ്ഠകൾ ഉണ്ടെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും കർത്താവ് ബലിപീഠങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ തയ്യാറാണ് കർത്താവ് ഇടിക്കാൻ. ഇടിച്ച രാത്രിയിൽ ദൈവം അവനോട് സംസാരിച്ചു. ദൈവം പറയാമോ, നീ ഒരൊറ്റ മനുഷ്യനെ പോലെ മതി. നിന്റെ കുടുംബത്തിൽ നീ പ്രാർത്ഥിക്കുന്ന സഹോദരി, അഭിഷേകം പ്രാപിച്ച, ദൈവകൃപ പ്രാപിച്ച, ദൈവത്തിന്റെ വിളി അനുസരിക്കുന്ന, ദൈവത്തിന്റെ ആലോചന കേട്ട, ദൈവത്തിന്റെ വാഗ്ദത്തം കേട്ട, ദൈവത്തിന്റെ ദൂത് സ്വീകരിച്ച ഒറ്റ വ്യക്തി നിന്റെ കുടുംബത്തിൽ മതി. ഇന്ന് പകൽക്കാലം കാര്യങ്ങൾ മാറാൻ പോകുകയോ, സ്ഥിതി മാറാൻ പോകുകയോ, ഇന്ന് പകൽക്കാലം ദൈവം പ്രവർത്തിക്കാൻ പോകുകയോ, അങ്ങനെ തന്നെ ദൈവം ചെയ്യാൻ പോകുകയോ. ചൂടാമാന വൈഡ രാജ വൈഡൽഖാന അർത്തുരവേദ വൈഡകരമ്പ ശംഭവമാന ധീരകലമ്പേ അർത്തുലഘടകം ദേരകരറ്റം വൈഡകരമ്പം യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആരാധിച്ചു തുടങ്ങിയിട്ട് 2 നിമിഷം 2 മിനിറ്റ് കൂടെ ദൈവജനം ഇന്ന് പകൽക്കാലം അശേര പ്രതിഷ്ഠകൾ ഇടിയട്ടെ. എല്ലാ തീക്കകത്ത് യേശുവിന്റെ നാമത്തിൽ അർത്ഥകരംബല ബൗഡലകത്തര ഗംജകരത്തര വേദകരാജല വൈഡേരാജ അടകാമനയ തുടകാവൈഡോ രഗനാരഗജ രഗനേ രഗജ രഗധനവേദേ അർത്തുലകമ്പല മന്ദുലഭക്ഷവ രാധലകമ്പല ബൗഡകരറ്റ്. യെസ്, ഹല്ലേലൂയ. ആരാധിച്ചത് പകൽക്കാലം അല്ലെങ്കിൽ ഒരു വിടുതലേറ്റെടുത്താട്ട് ഇന്ന് പകൽക്കാലം ആരാധിച്ച് ദൈവത്തിന്റെ ജനം അടങ്ങിയിരിക്കാതെ കരങ്ങളെ അടിച്ച് യെസ് ഉക്ഷലകമ്പല ബൗഡവരാജ വൈഡകരകരേ ജഗരകരാജ അർത്ഥലകമ്പല ബൗഡവരാതല വേദകരംദല ഭൗഷവരംദല വേദവരാജ ധീരവലംബല ബൗഡവരക്ഷകരംദല വൈഡേരകന. കൽവരി രക്തം, യേശുവിന്റെ രക്തം. ആമേൻ, 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 ആമേൻ. ഉടവൽ പ്രൗഢവരംദല വേദവരക്ഷകരാതല ഘടകം ജനകാരകതന വൈഡകരംബേ അത്തുലകമ്പല ബൗഡവരക്ഷകരാതല വൈഡാരകനാരകനകവേദി. യേശുവിന്റെ രക്തത്താൽ ഇന്ന് പകൽക്കാലം ഞങ്ങൾ ജയമെടുക്കുക. വചനത്താൽ ഞങ്ങൾ ജയമെടുക്കുകയാ. അല്ലയോ പരാക്രമശാലി യഹോവ നിന്നോട് കൂടെയുണ്ട്. എന്തിനാന്നറിയാം യഹോവ നിന്നോട് കൂടെ? കേവലം ശത്രുക്കളെ തകർക്കാനല്ല, നമ്മുടെ കുടുംബത്തിനകത്ത് നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ ഇരിക്കുന്ന കുടിയിരിപ്പുകളെ നശിപ്പിക്കുവാൻ യഹോവ നിന്നോട് കൂടെയുണ്ട്. ദൈവം നിന്നോട് കൂടെയുണ്ട്. എന്തിനാന്നറിയാമോ? ശത്രുക്കളെ മാത്രം തകർക്കാനല്ല, നമ്മുടെ ജീവിതത്തിൽ ദൈവിക വിടുതലുകൾക്ക് തടസ്സമായി നിൽക്കുന്ന കുടിയിരിപ്പുകൾ, പ്രതിഷ്ഠകളെ തകർക്കുവാനുള്ള ധൈര്യത്തിന് പരിശുദ്ധാത്മാവ് നമ്മളോട് കൂടെ ഇരിക്കുന്നേ. നിന്നെ ശത്രുക്കളുടെ മുമ്പിൽ അപമാനിക്കാനല്ല, നിന്നെ ശത്രുക്കളുടെ മുമ്പിൽ തകർക്കുവാനല്ല, ഒരൊറ്റ മനുഷ്യനെ പോലെ ഒരു പച്ചത്താടിയെല്ലുകൊണ്ട് കുന്നൊന്ന്, കുന്ന് 2, കുന്ന് 3 എന്ന് പറഞ്ഞ് ദൈവം തെരഞ്ഞെടുക്കുന്നവന്റെ ആയുധം അല്ലെങ്കിൽ മാനുഷികമല്ല. ദൈവം തെരഞ്ഞെടുക്കുന്നവന്റെ ആയുധം അവന്റെ അഭിഷേകമോ, അവന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവകൃപയോ.